ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് എസിയുടെ ഔട്ട്ഡോറുമായി ബന്ധപ്പെട്ട് സർവീസ് വാൽവിനോട് ചേർന്ന് പിൻവാൽവ് കാണപ്പെടുന്നു. ഈ പിൻവാൽവിന് ഏതൊക്കെ രീതിയിൽ കംപ്ലൈൻറ്റ് വരാം എന്നാണ് നമുക്ക് ഇന്നത്തെ വീഡിയോയിൽ നോക്കാൻ പോകുന്നത്. കൂടുതലായിട്ടും പിൻവാൽവ് ലീക്കേജ് കാണപ്പെടുന്നത് നമ്മൾ ചാർജ് ലൈൻ കണക്ട് ചെയ്യുന്ന നേരത്ത് ക്യാപ് നെറ്റ് ഊരുന്ന സമയത്ത് ആണ് അങ്ങനെ ലീക്കേജ് നമ്മൾ അധികമായിട്ട് കാണുന്നത്. അങ്ങനെ ലീക്കേജ് ഉണ്ടെങ്കിൽ ക്യാപ് നെറ്റ് നല്ല രീതിയിൽ ടൈറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു ലീക്കേജ് പുറത്തോട്ട് അധികം ഗ്യാസ് പോകാത്ത രീതിയിൽ അത് ക്ലോസ് ആയിട്ട് തന്നെ ഇരിക്കുന്നതാണ്. നമ്മൾ ഔട്ട്ഡോറുമായി ബന്ധപ്പെട്ട് ഈ പിൻവാൽവിൽ ചാർജിങ് ലൈൻ കണക്ട് ചെയ്യുന്ന സമയത്ത് ടൈറ്റ് ചെയ്യുന്നതനുസരിച്ച് ചാർജിങ് ലൈനിനുള്ളിലെ പിൻവാൽവിലെ പിന്നിനെ പുഷ് ചെയ്ത് ക്ലോസ് ആയിട്ടിരിക്കുന്ന വാൽവിനെ ഓപ്പൺ ആക്കുന്നു. ആ ഒരു സന്ദർഭത്തിലാണ് നമ്മൾ ഗ്യാസിൻ്റെ പ്രഷറും കാര്യങ്ങളൊക്കെ അറിയാൻ സാധിക്കുന്നത്. അതുപോലെ തന്നെ തിരിച്ച് ചാർജ് ലൈൻ റിമൂവ് ചെയ്യുന്ന സമയത്ത് ഓപ്പൺ ആയിട്ടിരിക്കുന്ന ആ ഒരു വാൽവ് തിരിച്ച് ക്ലോസ് ആവുകയും ചെയ്യുന്നു. പിൻവാൽവിന് ഏതെങ്കിലും തരത്തിലുള്ള ഡാമേജ് സംഭവിക്കുമ്പോഴാണ് ഇതുപോലുള്ള ലീക്കേജ് ഉണ്ടാകുന്നത്. അതുപോലെ തന്നെ ഈസിലി തന്നെ ഈ ഒരു സ്പെയർ അവൈലബിൾ ആണ്. ഡാമേജ് ആയ പിൻവാൽവ് റിമൂവ് ചെയ്തിട്ട് പുതിയത് ഫിറ്റ് ചെയ്ത് കഴിയുമ്പോൾ ഈ ഒരു കംപ്ലൈൻറ്റ് പരിഹരിക്കപ്പെടുന്നതുമാണ്. എന്ന് പറയുന്നത് നമ്മൾ ചാർജിങ് ലൈൻ കണക്ട് ചെയ്യുന്ന സമയത്ത് പിൻവാൽവ് ഓപ്പൺ ആവുകയും തിരിച്ച് ചാർജിങ് ലൈൻ റിമൂവ് ചെയ്യുന്ന സമയത്ത് പിൻവാൽവ് ക്ലോസ് ആവാതെ സ്റ്റക്കായിട്ടിരിക്കുന്ന സന്ദർഭങ്ങളിലും ഇതുപോലെ ഗ്യാസ് ലീക്ക് ആവാനുള്ള സാധ്യതയുണ്ട്. വീഡിയോ ഉപകാരപ്രദമാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. എന്തെങ്കിലും പോരായ്മകളുണ്ടെങ്കിൽ കമൻറ്റിൽ അറിയിക്കുക.